അപ്പൊ ഗോവയിലെ കഫേസിൽ പോകുമ്പോൾ എങ്ങനെ നിങ്ങളുടെ കുറച്ച് ഫണ്ട് സേവ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഗോവയിലെ രണ്ടാമത്തെ ദിവസം രാവിലെ 10 മണി. അപ്പൊ രാവിലെ തന്നെ ചൂതാട്ടം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് എന്റെ വയറും അവമാന്റെ വയറും വിശന്നു തുടങ്ങിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ വണ്ടി എടുത്ത് നേരെ ഒരു കഫേയിലേക്ക് പോയി. ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് മുടിഞ്ഞ തിരക്കുമാണ്. അങ്ങനെ ഒരു 10 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് ബില്ല് വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായത്. ഗോവയിൽ മിക്ക കഫേകളിലും ഇവര് സർവീസ് ചാർജ് ഈടാക്കും. ഈ സർവീസ് ചാർജ് ഒരിക്കലും നമ്മുടെ ഇന്ന് നിർബന്ധപരമായിട്ട് മേടിക്കാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ബില്ലിൽ സർവീസ് ചാർജ് കണ്ട അപ്പൊ തന്നെ ആ സ്പോട്ടിൽ തന്നെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് തരുന്നതാണ്. ഗോവയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു റെസ്റ്റോറന്റും കഫേസും നിങ്ങൾക്ക് സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ അത് സുഖമായിട്ട് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് നോക്കിയപ്പോൾ ബീച്ചിലാണെങ്കിൽ മുടിഞ്ഞ വെയിൽ. പിന്നെ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ പബ്ബിൽ പോണ കാര്യം ഹലാലായതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ടീറ്റോസ് ലൈനിലേക്ക് ഇറങ്ങി. പിന്നെ ടീറ്റോസ് ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അത്യാവശ്യം നല്ല പബ്ബിലും കയറി നേരെ റൂമിലേക്ക് പോയി.